ഞാൻ ഒരു കാര്യം പറയാം. ലോല അങ്കിളുണ്ടല്ലോ, ഓരോരോ കാര്യം പറഞ്ഞോണ്ട് വരും. 10ൽ 9 വള്ളിയായിരിക്കും. എല്ലാം ചിരിച്ചോണ്ട് ഇങ്ങനെ ഒറ്റ എക്സ്പ്രഷൻ, വേറൊന്നും വേണ്ട. ഒരു വള്ളിയിലും കയറി പിടിച്ചോളാം, പിന്നെ കൊണ്ടങ്ങ് കയറുമെങ്കിൽ. എന്താടാ നിറയ്ക്കുന്ന അങ്കിൾ? അങ്ങനെ ജ്യൂസ് കുടി. എന്താങ്കിളെ വിറയ്ക്കണ? കുടിയടാ ജ്യൂസ് എടുത്ത്. ഓ, നിങ്ങള് വമ്പ സെറ്റപ്പ് തന്നെ അല്ലേ നിങ്ങള്? പാവങ്ങളെ വീട്ടില് ജ്യൂസ് ഉണ്ടാക്കിക്കൂടെ? എവിടെ? ആര്? ഈ പാവങ്ങളെന്ന് പറഞ്ഞ അവരോടെ ഇവിടെ അഭ്യാസം കാണിക്കാണ്. കുടിയടാ അങ്ങോട്ട്. ഈ വാതിലാണ് അടച്ചത്. നീങ്ങിരി നീങ്ങിരി കുറച്ച്. ഓ, എനിക്കറിയാം നിങ്ങൾക്ക് പ്രായപൂർത്തിയായവരെയാണ്. നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടം അറിയാം. ഈ പ്രായം കഴിഞ്ഞാലേ നമ്മളിവിടെ എത്തിയത്. പക്ഷേ മെർലിന്റെ അച്ഛൻ അറവല പോലെ നിൽക്കുകയാണ്. എന്തോന്ന്? അല്ല, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ഭാവിയിൽ ഒരുമിക്കാന്ന് വിചാരിക്കുമല്ലോ. അതിന് പുള്ളിക്കാരെ സമ്മതിക്കൂല. അതിനൊരിക്കലും സമ്മതിക്കില്ല, അത് ഉറപ്പാണ്. പുള്ളിക്കാരൻ അതാണ് ഞാൻ പറഞ്ഞത്, പുള്ളിക്കാരെ കടിച്ചു കയറാൻ നിൽക്കുകയാണ്. അപ്പൊ നടക്കൂല അത്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം. ഈ കുട്ടി ഇനി ഈ കുട്ടിയുടെ വീട്ടിലോട്ട് തിരിച്ചു പോണില്ല എന്നാണ് പറയണത്. ഇതാണ് നീ എന്തിനാ ഇവിടെ വിളിച്ചോണ്ടുന്നത്? എന്താണ് കാണിക്കുന്നത്? ഞാൻ നിന്റെ കൂട്ടുകാരനല്ല, നിന്റെ അച്ഛന്റെ കൂട്ടുകാരാണ് കാശു. നീ ഇത് എന്റെ അടുത്ത് ചെയ്യാൻ പാടില്ലായിരുന്നു. നീ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞാൻ ആരും ഇല്ലാത്തവരാണ്. നീ അത് മനസ്സിലാക്കണ്ടേ? അല്ലെ കൊച്ചു മനസ്സിലാക്കണ്ടേ? ഇതെന്തിനാ ഇത്? അല്ലേ നമ്മൾ നീ പറയണ്ട. എനിക്കെങ്ങനെ അറിയാം? നോക്കടാ. ഞാൻ പോയി നോക്കാം. ഇതാരൊക്കെ വന്നേക്കണേ നോക്കേശു. അമ്മൂമ്മയെ സംഘവും അമ്മൂമ്മയെ സംഘവും. നിങ്ങളൊക്കെ എന്തിനാണ് ഇപ്പൊ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്? അവിടെ വേറെ വേലയും കൂലിയൊന്നും ഇല്ലായിരുന്നോ? അല്ല, നീ എന്തോ ഇങ്ങനെ വല്ലാണ്ട് കുന്തം വിഴുങ്ങി നിൽക്കുന്നേ? കുന്തം വിഴുങ്ങിട്ട് നിൽക്കണം മാമി. ഞാൻ രാവിലെ കഴിച്ചൊക്കെ പ്രാവച്ചമ്പലത്ത് പോകാൻ നിൽക്കായിരുന്നു. പിന്നെ വിചാരിച്ചു ഉച്ച കഴിഞ്ഞ് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് പിള്ളേർ പറഞ്ഞത്. എന്തായാലും നിങ്ങൾ ഇപ്പൊ വന്ന നന്നായി. ഞാൻ ഇപ്പൊ പോവും, ഉടനെ പോവും. ഞാൻ കുറച്ച് തന്നെ പോവും. അങ്കിളെ എവിടെ പോവാൻ? നമുക്ക് ഇവിടെ നിൽക്കാം അങ്കിൾ. നമുക്ക് ഫുൾ അടിച്ചൊക്കെ പൊളിച്ചിട്ട് പോവാം. എന്തായാലും ഇപ്പൊ ഞങ്ങളും കൂടെ വന്നല്ലോ. അത് തന്നെ, ഞങ്ങൾ ഇങ്ങോട്ട് വന്നല്ലോ. ഇപ്പൊ ഉടനെ നിനക്ക് അങ്ങോട്ട് പോണോ? ആരെങ്കിലും വന്ന് അടിച്ച് പൊളിക്കും. അയ്യടാ, ചക്കര പാനി ചിക്കുരു ചൂളു. എന്നാ മക്കള് കുടി. എവളാണ് മിടുക്കി. അടുത്ത ആൾ എവളാണ്. മാമിയേ. എന്തോന്ന് മാമീ? ഒന്നുമില്ല മാമി. അല്ല, നീ വല്ലാണ്ട് വീർക്കുന്നുണ്ടല്ലോ. എന്താ ഭയങ്കര വേർപ്പ് ഒരുമാതിരി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക്. എന്തോ മാമി? അതെനിക്കെങ്ങനെ അറിയാം? എന്നോട് ചോദിച്ചാ. ബാസ്യങ്ങള് കഴിക്കാൻ എന്താ ഉള്ള വിശക്കുന്നു? വന്നപ്പോ മുതലേ ഞാനും ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. നല്ല വിശപ്പുണ്ട്. എന്താ ഉള്ളേ? ഇവിടെ ഒന്നുമില്ല. വേണമെങ്കിൽ എന്നെ കറി വെച്ച് തിന്നോ. அப்படின்னா கரை சின்ன போனா அது இல்ல கேசு, நான் போய் கட்டன் சாய போடுறேன். പോട് ഇവിടെ നിന്ന് ചെന്ന് ലെഫ്റ്റ് തിരിഞ്ഞു പോകും. ഇതെന്തരടേ എവിടെ അടുക്കള ഉണ്ടാകും കയറി പോണം? ഇതെന്തൊരു അടുക്കള പോകും? എനിക്കറിഞ്ഞൂടാ, ഞാൻ അതന്നെ നോക്കിക്കൊണ്ടിരിക്കും. നിങ്ങളെല്ലാം ഇരി കാശു ഇരി. എവിടെ അടുക്കള പോയാ? കനകം അടുക്കളയില് അമ്മാവി ഒന്നുമില്ല. ഓ ഇരിക്കട്ടാ. കനകം ഇരി അയ്യോ കനകം. അങ്ങളെ ഓ അങ്ങനല്ല, അവിടെ നിങ്ങളില്ല. നീ എന്തിനാ ഇങ്ങനെ ഇരുന്ന് ജരിപരി കൊള്ളുന്നേ? ഒന്നുമില്ല മുമ്പ് ഇങ്ങനൊരു പോക്കുണ്ടില്ല. ഞാൻ ഇങ്ങനെ നടനക്കലയുടെ കൊടുമുടി തൊടാൻ അലയും ഇതുവഴിയൊരു പുതുമുഖം തിരയും അവനത്തിനനുഭവശതം കളി പലവിധം. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.